പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ CJ റോയിയെ ബംഗളൂരുവിലെ ഓഫീസിൽ ഇന്ന് മരിച്ച നിലയിൽ. CJ റോയ് എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണല്ലോ. അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ, അതുപോലെ തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ, ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്നീ പരിപാടികളിലൊക്കെ സ്പോൺസർഷിപ്പ് നടത്തിയൊരു വ്യക്തി. മാത്രമല്ല ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ നല്ല കാര്യം ചെയ്ത അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ബംഗളൂരുവിലെ ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതിന് കാരണമായി ED റെയ്ഡ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ മരണകാരണം ED റെയ്ഡ് തന്നെയാണോ എന്നതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അതുപോലെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. എന്തെങ്കിലുമൊക്കെ കുറിപ്പുകൾ പങ്കുവച്ചിട്ടുണ്ടോ എന്നറിയാൻ. യാതൊരുവിധ കുറിപ്പുമില്ല. പക്ഷേ അദ്ദേഹം ലാസ്റ്റായിട്ട് പങ്കുവച്ചൊരു വീഡിയോ രാജ്യത്ത് നടന്ന റിപ്പബ്ലിക് ഡേ വിഷ് ചെയ്യുന്നതാണ്. അത് കാണാത്തവർക്ക് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. Dear friends, good afternoon. Wish you all a very happy 77th Indian National Republic Day. This is a great day in each one of our lives. So wishing you and your family again a very, very happy Republic Day. Take care. Bye-bye. കണ്ടില്ലേ എത്ര സന്തോഷത്തോടെയാണ് അദ്ദേഹം റിപ്പബ്ലിക് ഡേ ആശംസകൾ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത്. അത്ര സന്തോഷിച്ചിരുന്നൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ബിസിനസ് ലോകത്തിന് തന്നെ അത് വളരെ വലിയ നഷ്ടമാണ്. പിന്നെ ഉദ്യോഗസ്ഥർ വിചാരിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം ഒരു പരിധിവരെ തടയാമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഒരു ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയാൽ ആ വ്യക്തിയുടെ ദേഹപരിശോധന നടത്തണം. മാത്രമല്ല ആ വ്യക്തിയുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാകണം. പിന്നെ എന്തെങ്കിലും ഫയലോ മറ്റ് സാധനങ്ങളോ എടുക്കാൻ പറഞ്ഞു വിട്ടാൽ അപ്പോഴും കൂടെ ഒരാൾ പോകണം. അതൊന്നും ഇവിടെ ഉദ്യോഗസ്ഥർ പാലിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് ദേഹപരിശോധനയെങ്കിലും നടത്തായിരുന്നു. അതും ഇവിടെ ചെയ്തിട്ടില്ല. അതും നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ചയാണ്. ED റെയ്ഡ് തന്നെയാണോ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമെന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു സംശയമായി ഉന്നയിച്ചിരുന്നു. കാരണം ജീവിതത്തിൽ ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു വ്യക്തി, ചെറുപ്പം തൊട്ടേയുള്ള വണ്ടി മോഹം എല്ലാം സാക്ഷാത്കരിച്ചൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ടായി. അങ്ങനെയുള്ള ഒരു വ്യക്തി നിസ്സാരം ഒരു ED റെയ്ഡ് കൊണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇനി ED റെയ്ഡിൽ എന്തെങ്കിലും ഇല്ലീഗൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തി പിടിച്ചെന്നിരിക്കട്ടെ, ഇത്രയും ആഡംബരം നയിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊക്കെ നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ച് ജയിക്കാവുന്നേ ഉള്ളൂ. പോട്ടെ, അല്ലെങ്കിൽ ഫൈൻ അടച്ച് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. നമ്മുടെ നിയമമല്ലേ, ഒരിക്കലും തൂക്കിക്കൊല്ലില്ല. കാരണം പോസ്കോ കേസിൽ പിടിച്ച പ്രതിയെ വരെ പൊതിഞ്ഞു പിടിക്കുന്നതാണ് നമ്മുടെ നിയമം. അങ്ങനെയുള്ള ഈ കാലത്ത് നിസ്സാര ED റെയ്ഡ് മൂലം ചത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തീരെ പ്രയാസമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം ഒരു ദുരൂഹതയായി ഇപ്പോഴും നിലനിൽക്കുന്നു. വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ്സ് വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി വീഡിയോസ് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. ഇനി എനിക്ക് പറയാനുള്ളത് പണമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന വ്യക്തികളോടാണ്. പണമല്ല ജീവിതത്തിൽ സന്തോഷം തരുന്നത്. മനസമാധാനം ഇല്ലെങ്കിൽ ഇതൊന്നും നേടിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന സത്യം മനസ്സിലാക്കിയാൽ നന്ന്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.